നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമ്മുടെ ലോക്സഭയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ കടുത്ത സമ്മർദ്ദം ഉയർത്തുന്ന പല ഘടകങ്ങളും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ അലിയിച്ചു കളയുന്നുള്ള മരുന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ഒക്കെ പക്കലുണ്ട്. ആ മരുന്ന് കൃത്യമായി ഫലിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യക്ക് ഒരു കടുത്ത ഒരു എതിർപ്പുണ്ടായിരുന്നു. അവരുടെ ലോക്സഭാ സീറ്റുകൾ വളരെ കുറവാണ്. അപ്പം ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്താലും, കർണാടകയായാലും ആന്ധ്രയായാലും പുതുതായി രൂപീകരിച്ച തെലങ്കാന ആയാലും കേരളമായാലും ഒക്കെ, കേരളത്തിൽ 20 ഉള്ളൂ അല്ലെ? അപ്പോൾ ഈ സീറ്റുകൾ, ഈ ലോക്സഭാ സീറ്റുകൾ വീണ്ടും നിലവിലുള്ള മണ്ഡലങ്ങൾ വിഭജിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യ ആനുപാതികമായി കൂടുതൽ സീറ്റുകൾ നൽകി ലോക്സഭയുടെ തന്നെ എംപിമാരുടെ എണ്ണം കൂട്ടി, ആ സ്ട്രെങ്ത് കൂട്ടി വലിയൊരു ജനാധിപത്യ രീതിയിലേക്ക് നമ്മുടെ നമ്മുടെ വ്യവസ്ഥയെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ നീക്കങ്ങളിൽ കേന്ദ്ര സർക്കാർ. എന്തൊക്കെയാണ് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? കേരളത്തിനൊക്കെ അതെങ്ങനെ ഗുണകരമാകും ദക്ഷിണേന്ത്യക്ക്? തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ മണ്ഡലം പുനർനിർണയം നടത്തി വനിതാ സംവരണം 33% വനിതാ സംവരണം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ആ ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിലും 2/3 ഭൂരിപക്ഷത്തോടുകൂടി ഭരണഘടനാ ഭേദഗതി വേണ്ടുന്ന ഒരു കാര്യമായതിനാൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി വേണം ഇത് പാസ്സാക്കാൻ. അത്രയും അംഗബലം കേന്ദ്ര സർക്കാരിന് ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ തോൽപ്പിച്ച് ഏറ്റവും പുരോഗമനപരമായ ഒരു തീരുമാനത്തെ, വനിതാ സംവരണത്തെ, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഭരണത്തിലും പാർലമെന്ററി നടപടികളിലും കൊണ്ടുവരുന്നതിനെ തകർക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു ശുപാർശ ലഭിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗങ്ങളാണ് ആ നിർദ്ദേശം വെച്ചിരിക്കുന്നത്, ആ ശുപാർശ വെച്ചിരിക്കുന്നത്. അതായത് ഷാമി രവി, മുദിത് കപൂർ ഇവർ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ മണ്ഡല പുനർനിർണയ റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 543 മണ്ഡലങ്ങളാണ് നമുക്ക് ആകെ ഉള്ളത്. അതിൽ 170 മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് അതിന്റെ അതിരുകളൊക്കെ മനസ്സിലാക്കി ആ അതിരുകൾ പുനർനിർണയിച്ചുകൊണ്ട് വിഭജിക്കാൻ, ആ മണ്ഡലങ്ങളെ വിഭജിക്കാനാണ് ഇപ്പോൾ ഈ ശുപാർശയിൽ പറയുന്നത്. അതായത് 170 മണ്ഡലങ്ങളിൽ 59 മണ്ഡലങ്ങളെ 2ആയിട്ട് വിഭജിക്കണം, 111 മണ്ഡലങ്ങളെ 3ആയിട്ട് വിഭജിക്കണം. ഇതാണ് നിർദ്ദേശം. അങ്ങനെ നോക്കുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങള്, അതുപോലെ UP, മഹാരാഷ്ട്ര തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള്, ഇവിടെയൊക്കെയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. അത് 30ആയിട്ട് ഉയരും. തമിഴ്നാട്ടിൽ 39 എണ്ണം 59 ആകും. കർണാടക 25-ൽ നിന്ന് 42 ആകും. തെലങ്കാന 17-ൽ നിന്ന് 28ആയി ഉയരും. ആന്ധ്രാപ്രദേശ് 25-ൽ നിന്ന് 38 ആകും. ഉത്തർപ്രദേശ് 80-ൽ നിന്ന് ഒറ്റയടിക്ക് 120 ആകും. മഹാരാഷ്ട്ര 48-ൽ നിന്ന് 72 ആകും. ഇങ്ങനെയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് 2007-ലെ സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം നടപ്പാക്കാനാണ് ഈ സമിതി സത്യത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ മണ്ഡലത്തിന്റെ വലുപ്പം, ജനസംഖ്യ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്. ഇത് 2027-ലെ 2007-ലെ അല്ല, 2027-ലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം ചെയ്യാൻ, ഈ മണ്ഡല പുനർനിർണയം നടത്താൻ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതോടുകൂടി 543-ൽ നിന്ന് ഈ സംഖ്യ ഉയരും എന്ന് തീർച്ചയാണ്. മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കിയാൽ മാത്രമേ കൃത്യമായ മണ്ഡലങ്ങളുടെ സംഖ്യയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 543 എന്നുള്ളത് വർദ്ധിക്കാൻ പോവുകയാണ്.
അതൊരു 700ഓളം മണ്ഡലങ്ങളായിട്ട് ഉയരാൻ, 700-ന് താഴെ, ഒരു 650-നും 700-നും ഇടയ്ക്ക് മണ്ഡലങ്ങളായിട്ട് ഉയരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും കേരളത്തിന് കോളടിച്ചല്ലേ? കേരളത്തിന് കോളടിച്ചു. അതെ അതെ, കേരളത്തിന് 20 എന്നുള്ളത് 30 ആവും. ഇത് വർഷങ്ങളായിട്ട് കേരളത്തിലെ മണ്ഡല പുനർനിർണയം നടന്നിട്ടില്ല. അത് ഇക്കുറി നടക്കും. കേരളം, തമിഴ്നാട്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും അവർക്ക് മണ്ഡലങ്ങളുടെ എണ്ണം കൂടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും. ഒപ്പം ഏതാണ്ട് ദക്ഷിണ ഭാഗത്ത് തന്നെ വരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലും മണ്ഡലങ്ങളുടെ എണ്ണം കൂടുമെന്നാണ്. എന്നാൽ അതേസമയം ബംഗാള്, ബീഹാർ, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. അവിടെ മണ്ഡലം പുനർനിർണയിക്കുമോ, ഈ പറഞ്ഞതുപോലെ വലുപ്പത്തിന്റെയും ജനസംഖ്യയുടെയും അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മണ്ഡലം അവിടെ വിഭജിക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് ഈ ശുപാർശയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം സത്യമാണ്, ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ നിന്ന് എണ്ണം കൂടുന്നതോടുകൂടി അത് BJP സർക്കാരിന് വലിയ വെല്ലുവിളിയായി തീരും, BJPയെ പിടിച്ചു കെട്ടാം എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് മനപ്പായസം ഉണ്ണുന്നത്. പ്രത്യേകിച്ചും കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്ടില് ഇപ്പോ അവർക്ക് കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ വിജയുമായിട്ടാണ് സഖ്യം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും DMKയും വിജയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അടങ്ങുന്ന ആ മുന്നണി തമ്മിൽ ഒരു വലിയ മത്സരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിന്റെ ഫലം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് വിശകലനം ചെയ്ത് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കർണാടക നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ BJPയാണ് സാധാരണ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ആന്ധ്ര നിലവിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA സഖ്യമാണ് ഭരിക്കുന്നത്. അവിടെ പവൻ കല്യാണിന്റെ പാർട്ടി കൂടിയുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ആന്ധ്രയിൽ ഒട്ടും തന്നെ ബലമുള്ള, കരുത്തുള്ള ഒരവസ്ഥയിലല്ല. തെലങ്കാനയിൽ അതേസമയം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷെ അവിടെ വലിയ വെല്ലുവിളിയുമായിട്ട് BJP വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മനപ്പായസം ഉണ്ണൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. കേരളത്തിൽ പോലും BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നു. തൃശ്ശൂരിൽ BJP വിജയിച്ചു. സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ വിജയിക്കാനായി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മണ്ഡല പുനർനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ കൂടുതൽ നേടാം എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് ലക്ഷ്യമിടുന്ന ആ കാര്യം എത്രത്തോളം സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒരു കാര്യം വ്യക്തമാണ്, ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഹിന്ദി ബെൽറ്റിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മണ്ഡല പുനർനിർണയത്തെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതുകൂടി പുറത്തു വരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും എങ്ങനെയാണ്, എത്ര മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെയുള്ള BJPയുടെ സാധ്യതകൾ, കോൺഗ്രസിന്റെ സാധ്യതകൾ, മറ്റ് പ്രാദേശിക കക്ഷികളുടെ സാധ്യതകൾ, ഇതൊക്കെ നമുക്ക് ആ മണ്ഡല പുനർനിർണയം പൂർത്തിയായതിനു ശേഷം മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ഭരണഘടന അനുസരിച്ച്, നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും പറയുന്നത് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്താനാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഫലവത്താകും എന്ന് തന്നെയാണ്. അതായത് 2027 സെൻസസ് അനുസരിച്ച് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ മണ്ഡല പുനർനിർണയം സാധ്യമാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും. പ്രശാന്ത്, രാഷ്ട്രീയ പാർട്ടികളും കോളടിച്ചിരിക്കുകയില്ല. അതായത് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് നമുക്കൊരു ഉദാഹരണം എടുത്തു പറഞ്ഞാൽ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ 30 ആകുമ്പോൾ MLA മാർക്ക്, അതിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ലഭിക്കുന്ന MP-മാരുടെ എണ്ണത്തിലും കുറവുണ്ടാകും. ഇപ്പോൾ 36 MLA മാരുണ്ടെങ്കിലേ ഒരു സീറ്റ് കിട്ടുള്ളൂ എന്നുള്ളത് കേരളത്തിന്റെ സ്ഥിതി വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ആ 36 എന്നുള്ളത് അത് റിലാക്സ് ചെയ്ത് ആ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ MP-മാരുടെ എണ്ണം കൂടുകയില്ല ഓരോ രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിൽ.
അല്ല, അത് രാജ്യസഭയിലേക്ക് ഉള്ള കാര്യമല്ല. ഇത് ലോക്സഭയിലേക്കാണ് അതെ ഇപ്പോൾ മണ്ഡല നിർണ്ണയം നടക്കുന്നത്. അത് അതെ വെച്ചിട്ട് അതെ. അല്ല നമുക്ക് രാജ്യസഭയിൽ ഇതനുസരിച്ച് സീറ്റുകൾ കൂട്ടണ്ടേ? അല്ല, രാജ്യസഭയിൽ അതനുസരിച്ച് സീറ്റുകൾ കൂടുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് വെറും ഒരു ശുപാർശയാണ്. ഈ ആ ശുപാർശയുടെ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും പ്രധാനമന്ത്രിയുടെ അതെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ നൽകിയ ഒരു നിർദ്ദേശമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അത് തിരുവനന്തപുരം ജില്ലയിൽ പെടുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതെ അത് ഒരു 3 മണ്ഡലമാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരം 4 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് തിരുവനന്തപുരം നഗരം ഒരു മണ്ഡലമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആറ്റിങ്ങൽ ഒരു മണ്ഡലമാകാൻ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ആറ്റിങ്ങലിലെ കാട്ടാക്കടയും അരുവിക്കരയും ആറ്റിങ്ങലിൽ നിന്ന് അടർത്തി മാറ്റി ഇപ്പുറത്ത് നെയ്യാറ്റിങ്കര, കോവളം, പാറശാല ഈ 3 മണ്ഡലങ്ങളോടൊപ്പം ചേർത്ത് അതൊരു മണ്ഡലമാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ അതെ നെയ്യാറ്റിങ്കര മണ്ഡലം 1, ആറ്റിങ്ങൽ മണ്ഡലം 1, തിരുവനന്തപുരം നഗരം ഇങ്ങനെ 3 ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് മറ്റു ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ മലപ്പുറത്ത് ജനസംഖ്യ അനുസരിച്ച് മലപ്പുറവും പൊന്നാനിയുമാണ് മലപ്പുറം ജില്ലയിൽ വരുന്ന 2 മണ്ഡലങ്ങൾ. അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ നിലമ്പൂര് പോലെയുള്ള മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ വയനാട്ടിലേക്ക് ചേർന്നുകൊണ്ടാണ് വയനാട് മണ്ഡലം ഉണ്ടായിരിക്കുന്നത്. അതെ ഇവിടെയൊക്കെ അതെ അതെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വയനാട് മണ്ഡലം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മലപ്പുറം ഒരു പക്ഷേ അതായത് നിലമ്പൂരും മറ്റും എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ എറണാകുളത്ത് ഒക്കെ മണ്ഡലങ്ങളിൽ വ്യത്യാസം വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു കരട് രൂപം പോലും ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഒരു സമിതി ശുപാർശ നൽകിയത് മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിക്ക്. ആ സമിതിയുടെ ശുപാർശ പ്രധാനമന്ത്രിയും നമ്മുടെ ലോക്സഭയും അതായത് ഇന്ത്യൻ പാർലമെന്റും ഒക്കെ അംഗീകരിച്ച് അത് നിയമമാകണം, അതിനെ ലോക്സഭയിൽ പാസ്സാകണം, അത് ബില്ല് കൊണ്ടുവരണം, അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഒരു നയമായിട്ട് അത് മാറിയാൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോളടിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ചും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് ഈ ശുപാർശയെ കാണുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഏതെങ്കിലും വിധത്തിൽ സീറ്റുകൾ കൂട്ടാൻ ഉത്തരേന്ത്യയിൽ ഇനി നഷ്ടപ്പെട്ടാൽ പോലും ഈ നിലവിൽ യു പിയിലൊക്കെ കോൺഗ്രസിന് ഇപ്പോൾ അത്യാവശ്യം സീറ്റുണ്ട്. ആ അതെ സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും ആ നഷ്ടം ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ വെച്ച് നികത്താം. നിലവിൽ 99 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. ആ 99 സീറ്റുകൾ ഒരു 150ലേക്കൊക്കെ ഉയർത്താൻ അല്ലെങ്കിൽ 150ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇതിലൂടെ സാധിച്ചേക്കും എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി കോൺഗ്രസ് അല്ല ഇതേ പ്രതീക്ഷയും ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് ഉണ്ടാകില്ലേ? തമിഴ്നാടടക്കം കേരളമടക്കം സംസ്ഥാനങ്ങളിൽ ഇതേപോലെ തന്നെ തങ്ങളുടെ സീറ്റ് പ്രാതിനിധ്യം കൂട്ടാൻ കേരളത്തിലെ തൃശ്ശൂരിനെ കൂടുതൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക് എണ്ണം വർദ്ധിപ്പിക്കാം, അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ബിജെപിക്കും ഉണ്ടാകില്ലേ ഈ ഒരു നീക്കത്തിന് പിന്നിൽ? തീർച്ചയായിട്ടും ബിജെപിക്ക് അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ട്. ആ കണക്കുകൂട്ടൽ പക്ഷെ കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് വിജയിക്കാൻ സാധ്യത. തമിഴ്നാട്ടിലും കേരളത്തിലും ഇന്നത്തെ സ്ഥിതി വെച്ചിട്ട് ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ഞാൻ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങൾ അവിടെ ഉണ്ടായി വന്നാൽ തിരുവനന്തപുരത്ത് ബിജെപി ജയിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തീർച്ചയായും തിരുവനന്തപുരം അതെ നഗരം തീർച്ചയായും നമുക്കറിയാം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം ഇത് 4ഉം കൂടെ ചേർന്നതാണ്. ഈ 4ൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരം സെൻട്രൽ ഒഴിച്ച് ബാക്കി 3 സ്ഥലത്തും ബിജെപി നല്ല ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുകയായിരുന്നു. നേമത്ത് 20,000-നടുത്ത് 19,000 ചില്ലാനം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത്, അതുപോലെ വട്ടിയൂർക്കാവിൽ 12,000 ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കഴക്കൂട്ടത്ത് ഏതാണ്ട് 8,000-നടുത്തോ 7,000 സംതിങ്ങോ ആയിരുന്നു ഭൂരിപക്ഷം. തിരുവനന്തപുരം സെൻട്രലിൽ മാത്രമാണ് അവർ 4,000 വോട്ടിന് പുറകിൽ പോയത്. അതുകൊണ്ട് ബിജെപി വലിയ പ്രതീക്ഷ കേരളത്തിൽ വെക്കുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള അതായത് തിരുവനന്തപുരം നഗരം പോലെയുള്ള മണ്ഡലങ്ങൾ വിഭജിച്ച് വന്നാൽ ഒരു പക്ഷേ ബിജെപി അവിടെ ജയിച്ചേക്കാം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തൃശ്ശൂരിലും
അതുപോലെ തന്നെ മറ്റ് ചില പാലക്കാടും ഒക്കെ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ വെക്കാവുന്നതാണ്. ആലപ്പുഴയിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലം ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടൽ ബി ജെ പിക്കുമുണ്ട്. പക്ഷെ ഇതൊക്കെ മണ്ഡല പുനർനിർണയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ ഇതിനെക്കുറിച്ച്. നിലവിൽ ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ്. കാരണം ഇങ്ങനൊരു ശുപാർശ പ്രധാനമന്ത്രിയുടെ അടുക്കൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത് നടപടിക്രമങ്ങളിലൂടെ അത് പ്രായോഗിക തലത്തിൽ അത് ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഇനിയും സമയമെടുക്കും. പ്രത്യേകിച്ചും 27 സെൻസസ് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ നിർണായകമാണ്. സെൻസസ് നിർണായകമാണ് അല്ലേ? അതിനിർണായകമാണ് ഈ 2027 നടക്കാൻ പോകുന്ന സെൻസസ്. സെൻസസ് വളരെ നിർണായകമാണ്. അതെ, തീർച്ചയായിട്ടും ആ സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം മണ്ഡലത്തിന്റെ വലുപ്പവും ജനസംഖ്യയും ഇത് രണ്ടും കൂടെ കണക്കിലെടുത്ത് വേണം മണ്ഡല പുനർനിർണയം നടത്താൻ എന്നാണ് സമിതിയുടെ ശുപാർശ. ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ശുപാർശ പൂർണ്ണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉത്തരേന്ത്യയിലും വലിയ മണ്ഡലങ്ങൾ, അവിടെ ഈ പറഞ്ഞതുപോലെ 25 ലക്ഷം ആൾക്കാർക്ക് വരെ ഒരു എം പി മാത്രമേ ഉള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയൊക്കെ മാറ്റം വരും. ഏതാണ്ടൊരു 10 ലക്ഷം ആൾക്കാർക്ക് കണക്കിലേക്ക് മണ്ഡല പുനർനിർണയം നടത്തണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഈ ശുപാർശയുടെ പൂർണ്ണ രൂപം ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. ഇത് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കണക്ക് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്ക് പൂർണ്ണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാർ ഔദ്യോഗികമായി ഇത് പുറത്തുവിട്ടാൽ മാത്രമേ, ഈ ശുപാർശയുടെ പൂർണ്ണ രൂപം പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് ഇതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. നന്ദി പ്രശാന്ത്. നല്ലൊരു കാര്യം തന്നെയാണ്. നന്ദി. തീർച്ചയായിട്ടും നന്ദി.